ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. ഇത് ലില്ലി ആൻഡ് ദ ബിയർ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിർത്തിയേ എൻ്റെ ബെല്ലയെ തിരിച്ചു തരൂ എന്ന് ലില്ലി ഉറക്കെ കരഞ്ഞു അല്ലേ? നിനക്ക് പറ്റുമെങ്കിൽ നീ എന്നിൽ നിന്ന് എടുക്ക് എന്ന് ആ ബിയർ പറഞ്ഞു അല്ലേ? ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ദ ബിയർ ടുക്ക് എ സ്റ്റോൺ. ദ ബിയർ ടുക്ക് എ സ്റ്റോൺ. കരടി ഒരു കല്ലെടുത്തു. ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു. എന്താ എടുത്ത്? സ്റ്റോൺ, കല്ല്. ദ ബിയർ ടുക്ക് എ സ്റ്റോൺ. ആ കരടി ഒരു കല്ലെടുത്തു. ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. അവനതിനെ കഷ്ണങ്ങളാക്കി. കരടി ഒരു കല്ലെടുത്ത് അതിനെ കഷ്ണങ്ങളാക്കി. പിക്ചർ കണ്ടോ? കരടി ആ കല്ലിനെ കഷ്ണങ്ങളാക്കുന്നത് കാണാം. ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം. ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം. നോക്കൂ, ഞാൻ എത്ര ശക്തനാണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ശക്തൻ. ക്യാൻ യു ഡു ദിസ്? ക്യാൻ യു ഡു ദിസ്? നിനക്കിത് ചെയ്യാൻ പറ്റുമോ? ചാലഞ്ചഡ് ദ ബിയർ. ചാലഞ്ചഡ് ദ ബിയർ. നോക്കൂ, ഞാൻ എത്ര ശക്തനാണ്. നിനക്കിത് ചെയ്യാൻ പറ്റുമോ? കരടി ലില്ലിയോട് ചാലഞ്ച് ചെയ്തു, വെല്ലുവിളിച്ചു. ഓഫ് കോഴ്സ് സെഡ് ലില്ലി. ഓഫ് കോഴ്സ് സെഡ് ലില്ലി. തീർച്ചയായും എന്ന് ലില്ലി പറഞ്ഞു. ലില്ലിക്കിത് ചെയ്യാൻ പറ്റുമോ? നോക്കാം. ലില്ലി ഹാഡ് എൻ ഐഡിയ. ലില്ലി ഹാഡ് എൻ ഐഡിയ. ലില്ലിക്ക് ഒരു ഐഡിയ തോന്നി. ഷീ ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. ഷീ ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. അവളൊരു ബണ്ണെടുത്തു, എന്നിട്ട് അതിനെ രഹസ്യമായി നനച്ചു. മേലെ പിക്ചർ കണ്ടോ? അവൾ ബണ്ണ് നനയ്ക്കുന്നതായിട്ട് കണ്ടോ? ദെൻ ഷീ പ്രസ്ഡ് ദ ബെൻ വിത്ത് ഹെർ ഹാൻഡ്സ്. ദെൻ ഷീ പ്രസ്ഡ് ദ ബെൻ വിത്ത് ഹെർ ഹാൻഡ്സ്. പിന്നെ അവൾ കൈകൾ കൊണ്ട് ബണ്ണിനെ അമർത്തി. ആദ്യം അവൾ ബണ്ണിനെ നനച്ചു, എന്നിട്ട് അവളുടെ കൈ കൊണ്ട് ആ ബണ്ണിനെ അമർത്തി. വാട്ടർ ഡ്രിപ്പ്ഡ് ഡൗൺ ഫ്രോം ഇറ്റ്. വാട്ടർ ഡ്രിപ്പ്ഡ് ഡൗൺ ഫ്രോം ഇറ്റ്. അതിൽ നിന്ന് വെള്ളം തുള്ളികളായി താഴേക്ക് വീണു. ഈ പിക്ചർ കണ്ടോ? അവൾ ബണ്ണ് പ്രസ് ചെയ്യുന്നത് കണ്ടോ? അതിൽ നിന്ന് വെള്ളം താഴേക്ക് ഉറ്റുന്നതായിട്ട് കാണാം അല്ലേ? ഇത് കണ്ട് കരടി എന്തായിരിക്കും പറയാ? നോക്കാം. ലുക്ക് ഐ ക്യാൻ സ്ക്യൂസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ. ലുക്ക് ഐ ക്യാൻ സ്ക്യൂസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ. സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കൂലേ, അതിനെയാണ് സ്ക്യൂസ് എന്ന് പറയുക. ലുക്ക് ഐ ക്യാൻ സ്ക്യൂസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ. നോക്കൂ, എനിക്ക് കല്ലിൽ നിന്ന് വെള്ളം പിഴിഞ്ഞെടുക്കാൻ കഴിഞ്ഞു. ആരാ പറഞ്ഞത്? സെഡ് ലില്ലി. ലില്ലി പറഞ്ഞു. ഓ ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ. ഓ ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ. ഓ അവൾ എന്നേക്കാൾ ശക്തനാണ്. സ്ട്രോങ്ങർ ദാൻ മീ. എന്നേക്കാൾ ശക്തനാണ്. ദ ബിയർ വണ്ടേർഡ്. ദ ബിയർ വണ്ടേർഡ്. കരടി അത്ഭുതപ്പെട്ടു. വണ്ടേർഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. അവളത് പിഴിഞ്ഞത് കണ്ടപ്പോൾ അവൾ എന്നേക്കാൾ ശക്തനാണ് എന്ന് പറഞ്ഞ് കരടി അത്ഭുതപ്പെട്ടു. അടുത്ത പേജ് നോക്കാം. ദ ബിയർ പ്ലേഡ് അനദർ ട്രിക്ക്. ദ ബിയർ പ്ലേഡ് അനദർ ട്രിക്ക്. കരടി മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. ഹി പോയിന്റഡ് ടു എ ലാർജ് ഹണി കോംബ് ഓൺ എ റോക്ക്. ഹി പോയിന്റഡ് ടു എ ലാർജ് ഹണി കോംബ് ഓൺ എ റോക്ക്. കരടി ഒരു വലിയ പാറയിലുണ്ടായിരുന്ന തേനീച്ചക്കൂടിലേക്ക് കൈ ചൂണ്ടി. പോയിന്റഡ് എന്ന് പറഞ്ഞാൽ കൈ ചൂണ്ടി. ഹണി കോംബ് എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂട്. റോക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? റോക്ക് എന്ന് പറഞ്ഞാൽ പാറ. ഹി പോയിന്റഡ് ടു എ ലാർജ് ഹണി കോംബ് ഓൺ എ റോക്ക്. അവൻ ഒരു പാറയിലുണ്ടായിരുന്ന ഒരു വലിയ തേനീച്ചക്കൂടിലേക്ക് കൈ ചൂണ്ടി. ലുക്ക് ദേർ, ബ്രിങ് ദാറ്റ് ഹണി കോം ടു മീ. ലുക്ക് ദേർ, ബ്രിങ് ദാറ്റ് ഹണി കോം ടു മീ. അങ്ങോട്ട് നോക്കൂ, ആ തേൻകട്ട എനിക്ക് കൊണ്ടുവരൂ. അവിടെ പാറയിൽ ഒരു തേനീച്ചക്കൂടിൽ തേൻകട്ടയുണ്ട്. അതിനെ കൈ ചൂണ്ടി കരടി പറയുക, എനിക്ക് ആ തേൻകട്ട കൊണ്ടുവരൂ. ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് ദ ടെഡ്ഡി ബാഗ്.
ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് ദ ടെഡ്ഡി ബാക്ക്. നീ ജയിച്ചാൽ നിനക്ക് ഈ ടെഡ്ഡി തിരികെ തരാം എന്ന് കരടി പറയുന്നു. അവനൊരു പാറയിലേക്ക് കൈ ചൂണ്ടി ആ തേൻ കട്ട കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് നീ ജയിച്ചാൽ നിനക്കിത് തരാം എന്ന് കരടി ലില്ലിയോട് പറയുന്നു. ലില്ലി ആ തേൻ കട്ട കൊണ്ടുവന്ന് കൊടുക്കുവോ? ലില്ലിക്ക് പറ്റുമോ? നോക്കാം. That is so simple, said Lily. That is so simple, said Lily. അത് വളരെ സിമ്പിളാണ്, ലില്ലി പറഞ്ഞു. She took a slingshot from her bag. She took a slingshot from her bag. അവൾ ബാഗിൽ നിന്നൊരു സ്ലിംഗ് ഷോട്ട് എടുത്തു. She shot a stone towards the honeycomb. She shot a stone towards the honeycomb. അവൾ തേൻകൂടിൻ്റെ നേരെ നോക്കി ഒരു ഷോട്ട് അടിച്ചു. സ്ലിംഗ് ഷോട്ട് കണ്ടോ? അവളെ കയ്യിൽ കണ്ടോ? അതിനെയാണ് സ്ലിംഗ് ഷോട്ട് എന്ന് പറയാ. അവൾ ആ തേൻ കൊമ്പിലേക്ക് ഷോട്ട് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ? ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണികോംബ്. അവൾ തേൻകൂടിന് നേരെ നോക്കി ഷോട്ട് ചെയ്തു അല്ലേ? അടുത്ത പേജ് നോക്കാം. ദ ഹണികോംബ് ഫെൽ ഡൗൺ. ദ ഹണികോംബ് ഫെൽ ഡൗൺ. തേൻകൂട് താഴെ വീണു. ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ വീണു. സ്വീറ്റ് ഹണി സ്പ്ലാഷഡ് ഓൾ അറൗണ്ട്. സ്വീറ്റ് ഹണി സ്പ്ലാഷഡ് ഓൾ അറൗണ്ട്. മധുരമുള്ള തേൻ ചുറ്റും തെറിച്ചു. തേൻകൂട് താഴെ വീണ് മധുരമുള്ള തേൻ ചുറ്റും തെറിച്ചു. ഹർരേ ഹണി, ഹർരേ ഹണി എന്ന് അത് കരടി പറയുന്നതാ. ആ തേൻകൂട് താഴെ വീണപ്പോൾ ഹർരേ ഹണി, അയ്യോ തേൻ എന്ന് കരടി പറയുന്നതാ. ഓക്കെ. The bear threw the teddy away and rushed towards the honeycomb. The bear threw the teddy away and rushed towards the honeycomb. കരടി ആ ടെഡ്ഡിയെ ദൂരെ എറിഞ്ഞ് ആ തേൻകൂടിലേക്ക് പാഞ്ഞു. ത്രോ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എറിഞ്ഞു. എവേ എന്ന് പറഞ്ഞാൽ ദൂരെ. റഷ്ഡ് എന്ന് പറഞ്ഞാൽ പാഞ്ഞു. ടുവേർഡ്സ് ദ ഹണികോംബ് എന്ന് പറഞ്ഞാൽ ഹണികോമ്പിന് നേരെ. The bear threw the teddy away and rushed towards the honeycomb. കരടി ടെഡ്ഡിയെ ദൂരെ എറിഞ്ഞ് തേൻകൂടിന് നേരെ പാഞ്ഞു. ഈ പിക്ചർ കണ്ടോ? കരടി ആ തേൻകൂടിലേക്ക് പായുന്നതായിട്ട് കാണാം അല്ലേ? ഇപ്പോൾ ലില്ലിയെ കണ്ടോ? ലില്ലി ഹാപ്പിയാണ് കണ്ടോ? ഇനി ആ ലില്ലി എന്തായിരിക്കും ചെയ്യുക? നോക്കാം. You are stronger than me. You are stronger than me. നീ എന്നേക്കാൾ ശക്തനാണ്. Take your teddy. നിന്റെ ടെഡ്ഡി എടുത്തോ. നീ എന്നേക്കാൾ ശക്തനാണ്. നിന്റെ ടെഡ്ഡി എടുത്തോ. You are stronger than me. Take your teddy. And thank you for the honey, said the bear. And thank you for the honey, said the bear. തേൻ എനിക്ക് തന്നതിൽ നന്ദി, കരടി പറഞ്ഞു. Lily took Bella and went home happily. Lily took Bella and went home happily. ലില്ലി ബെല്ലയെ കൂട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. കരടി എന്താ പറഞ്ഞത്? നീ എന്നേക്കാൾ ശക്തനാണ്. നീ നിന്റെ ടെഡ്ഡി എടുത്തോ. എനിക്ക് തേൻ തന്നതിൽ നന്ദി. അങ്ങനെ ലില്ലി ആ ടെഡ്ഡിയും എടുത്ത് വീട്ടിലേക്ക് സന്തോഷത്തോടെ പോയി. ഇപ്പൊ കരടിക്ക് എന്താ കിട്ടിയത്? തേന് കിട്ടിയല്ലേ? തേൻ കിട്ടിയപ്പോൾ ആ ടെഡ്ഡിയെ തിരിച്ചു കൊടുത്തു അല്ലേ? ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇതിൻ്റെ അടുത്ത പേജ് കണ്ടോ? ഇതെന്താണെന്നറിയോ? ഇത് നമ്മൾ വായിച്ച കഥയാണ് അല്ലേ? അതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കഥ കണ്ടോ? ഇവിടെ താഴെ കണ്ടോ? ഓരോരോ കഥ 1 2 3 4 5 6 എന്ന നമ്പറിൽ ഓരോ കഥ കണ്ടോ? ആ പിക്ചറിന് മാച്ച് ആവുന്ന സെന്റൻസ് ഏതാ? അത് തിരഞ്ഞെടുത്ത് ഈ ബോക്സിൽ എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് എന്താ? ലില്ലി സോ ദ ബിഗ് ബിയർ അണ്ടർ എ ട്രീ. രണ്ടാമത്തേത് ലില്ലി സോ ദ ഫുട് പ്രിന്റ്സ് ഓഫ് എ ബിഗ് ബിയർ. മൂന്നാമത്തേത് ദ ബിയർ ക്രഷ്ഡ് ദ സ്റ്റോൺ ഇൻ ടു പീസസ്. നാലാമത്തേത് ലില്ലി ഷോട്ട് എ സ്റ്റോൺ അറ്റ് ദ ഹണികോംബ്. അഞ്ചാമത്തേത് ലില്ലി പ്രസ്ഡ് ദ ബൺ. 6 ദ ഹണികോംബ് ഫെൽ ഡൗൺ. ഓക്കെ,
ഇതുപോലെ എഴുതണേ. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിച്ചു. ഇനി വരാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ്. ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്നാണ് പേര്. എന്താ പേര്? ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.